ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് നമ്മൾ എന്തായിരുന്നു ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിന് വരാനുള്ള എക്സാമുമായി ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ. ഓരോ മൊഡ്യൂൾ ബേസിൽ നമ്മൾ ഓരോ ക്ലാസ്സുകളായിട്ട് ഓരോ സീരീസ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്കിനി അടുത്ത ഏത് ഭാഗമാണ് നോക്കാം. നമുക്ക് അടുത്തത് വെൽഡിങ് നോക്കാം. വെൽഡിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതോടൊപ്പം തന്നെ വൈഡ് ആയിട്ട് ഒരു ഏരിയ വരുന്ന ഒരു ഭാഗമാണ്. കാരണം നമുക്കറിയാം വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്. ആർക്ക് വെൽഡിങ്, ഗ്യാസ് വെൽഡിങ്. അതിന് മുന്നേ തന്നെ നമുക്ക് വെൽഡിങ്ങിന്റെ ക്ലാസിഫിക്കേഷൻ പറയുന്ന സമയത്ത് സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്, അതോടൊപ്പം തന്നെ ഫ്യൂഷൻ വെൽഡിങ് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ നോർമലി ടിഗ് എന്താണ്, മിഗ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻസ്, ഗ്യാസ് വെൽഡിങ് തന്നെ ഗ്യാസ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എക്യുപ്മെന്റ്, അതിനുമായി ഉപയോഗിക്കുന്ന ടൂൾസ്, അതിന്റെ കളറുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പോൾ വെൽഡിങ്ങിന്റെ ജോയിൻസ് വരുന്നുണ്ട് അല്ലെ, വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾസ് വരുന്നുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, വെൽഡിങ് എക്യുപ്മെന്റ്സ് വരുന്നുണ്ട്, അതിന്റെ സ്പെസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വെൽഡിംഗ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് പഠിക്കാനുണ്ടാവും. അപ്പോൾ വെൽഡിംഗ് ഒരു വൈഡ് ഏരിയയാണ്, അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് വെൽഡിങ്ങിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ സിലിണ്ടർ കീസ് ആർ നോട്ട് റിമൂവ്ഡ് ഫ്രം ദി സിലിണ്ടർ വൈൽ വെൽഡിങ്. നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സിലിണ്ടറിന് നമ്മളുടെ സിലിണ്ടർ കീസ് റിമൂവ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് റിമൂവ് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ടു പ്രിവെന്റ് ഗ്യാസ് ലീക്ക്, ഓപ്ഷൻ ബി ടു ക്ലോസ് ഇൻ കേസ് ഓഫ് ബാക്ക് ഫയർ, ഓപ്ഷൻ സി ടു അഡ്ജസ്റ്റ് ദ ഗ്യാസ് സപ്ലൈ, ഓപ്ഷൻ ഡി ടു ഓപ്പൺ ആൻഡ് ക്ലോസ് ഫ്രീക്വന്റ്ലി. അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇത് പറഞ്ഞാൽ ശരിക്കും ഇത് വെൽഡിങ്ങിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. വെൽഡിങ്ങിന്റെ അതായത് നമ്മൾ വെൽഡിങ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഗ്യാസ് സിലിണ്ടറിന്റെ വെൽഡിങ്, ഗ്യാസ് വെൽഡിങ്ങിന്റെ സിലിണ്ടറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ശരിക്കും ചോദിച്ചിട്ടുള്ളത്. അതെ, വെൽഡിങ് കീസ് അല്ലെ, സിലിണ്ടറിന്റെ കീസ് വെൽഡ് ചെയ്യുമ്പോൾ നമ്മൾ റിമൂവ് ചെയ്യുന്നില്ല, എന്താണ് കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും കാരണം? ഗ്യാസ് ലീക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ബാക്ക് ഫയർ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഗ്യാസ് സപ്ലൈ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടക്കാനും തുറക്കാനും അല്ലെ, ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും വേണ്ടിയിട്ടാണോ? എന്തായിരിക്കും ആൻസർ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും എന്നാണ്. നമുക്ക് ഇൻ കേസ് ഓഫ് ബാക്ക് ഫയർ പെട്ടെന്ന് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കീസ് അതുമെന്ന് റിമൂവ് ചെയ്യാതെ വെക്കുന്നത്. അപ്പൊ അത് ക്ലിയർ ആണല്ലോ. ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ഈസ് ദ കളർ ഓഫ് അസറ്റ്ലീൻ സിലിണ്ടർ? വാട്ട് ഈസ് ദ കളർ ഓഫ് അസറ്റ്ലീൻ സിലിണ്ടർ? നമ്മൾ ഗ്യാസ് വെൽഡിംഗ് പറയുന്ന സമയത്ത് ഓക്സി അസറ്റ്ലീൻ വെൽഡിംഗ് അല്ലെ, ഓക്സി അസറ്റ്ലീൻ ഗ്യാസ് വെൽഡിംഗ് ആണ് നമ്മൾ പറയുന്നത്. ഓക്സിജനും അസറ്റ്ലീനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ അസറ്റ്ലീൻ സിലിണ്ടറിന്റെ കളർ എന്താണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഓരോ സിലിണ്ടറിന്റെ കളർ ഉണ്ട് അല്ലെ, അസറ്റ്ലീൻ സിലിണ്ടറിന്റെ കളർ, ഓക്സിജൻ സിലിണ്ടറിന്റെ കളർ, അങ്ങനെ എല്ലാത്തിനൊക്കെ ഓരോന്നിനും ഓരോ ഡിഫറെന്റ് കളർ കോഡുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനാണ്, രണ്ടാമത്തെ സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ബ്ലൂ, ബി ഗ്രീന്, സി ബ്ലാക്ക്, ഡി മെറൂൺ. അങ്ങനെ 4 കളർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും അസറ്റ്ലീൻ സിലിണ്ടറിന്റെ കളർ എന്ന് പറയുന്നത്? അസറ്റ്ലീൻ സിലിണ്ടറിന്റെ കളർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, മെറൂൺ ആണ് കളർ വരുന്നത് അല്ലെ. അസറ്റ്ലീൻ സിലിണ്ടർ കളർ എന്ന് പറയുന്നത് മെറൂൺ ആണ്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ഗ്യാസ് വെൽഡിങ്ങിന്റെ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഓക്സിജൻ സിലിണ്ടർ ഉണ്ട്, അതോടൊപ്പം തന്നെ അസറ്റ്ലീൻ സിലിണ്ടർ ഉണ്ട്. അതിൽ നിന്നുള്ള റെഗുലേറ്ററുകളും അതോടൊപ്പം തന്നെ അതിന്റെ വാൾവുകളും കൺട്രോളുകളും ഒക്കെ ഉണ്ടായിരിക്കും. ഇത് നമ്മളുടെ വെൽഡിംഗ് ടോർച്ച് ഉണ്ട്. വെൽഡിംഗ് ടോർച്ച് എന്ന് പറഞ്ഞാൽ ഗ്യാസ് വെൽഡിങ്ങിന്റെ ടോർച്ച്. ആ ടോർച്ചിൽ നിന്നും നോസിൽ ഫ്ലെയിം ഒക്കെ വരും. നമുക്കിതില് ഈ രണ്ടിനെയും കൺട്രോൾ ചെയ്യാനുള്ള ഒരു വാൾവ് അല്ലെ, വാൾവുകളും ഇതിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഇവിടെ റെഗുലേറ്ററിലും കാണാൻ പറ്റും, പ്രഷറും കാര്യങ്ങളൊക്കെ അറിയാനുള്ള റെഗുലേറ്റർ ഉണ്ടായിരിക്കും. അപ്പൊ ഇതില് ഈ അസറ്റ്ലീൻ സിലിണ്ടറിന്റെ കളർ എന്ന് പറയുന്നത് മെറൂൺ ആണ്. അസറ്റ്ലീൻ സിലിണ്ടേഴ്സ് ആർ യൂഷ്വലി മെറൂൺ ഇൻ കളർ. മെറൂണിലാണ് നോർമലി കളർ കൊടുക്കുന്നത്. This is because acetylene is a fire hazard and the consistent color helps the fire and rescue service identify the cylinder quickly in an emergency. എന്തെങ്കിലും എമർജൻസി വരുന്ന സമയത്ത് അല്ലെ, റെസ്ക്യൂ ടീമിനും മറ്റുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ ഫയറുമായി റിലേറ്റ് ചെയ്തിട്ട് ഹസാർഡ് ആയിട്ടുള്ള സംഭവങ്ങൾക്ക് അങ്ങനെ ഒരു മെറൂൺ കളർ കൊടുക്കാൻ കാരണം. ക്ലിയർ ആണല്ലോ. ദെൻ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. Name the type of welding in which similar metals are joined together by melting and fusing their joining edges with or without the filler metal. Option A non-fusion welding, option B fusion welding, option C TIG welding, option D MIG welding. 4 വെൽഡിംഗ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് വെച്ചാൽ നെയിം ദ ടൈപ്പ് ഓഫ് വെൽഡിംഗ്. നമ്മൾ വെൽഡിങ്ങിന്റെ ഏത് ടൈപ്പ് ഓഫ് വെൽഡിംഗ് എന്നാ പറയാനാണ് പറഞ്ഞത്. വിച്ച് സിമിലർ മെറ്റൽസ് ആർ ജോയിൻഡ് ടുഗദർ ബൈ മെൽറ്റിംഗ് ആൻഡ് ഫ്യൂസിംഗ് ദെയർ ജോയിനിങ് എഡ്ജസ്.
വിത്ത് ഓർ വിത്തൗട്ട് ഫില്ലർ മെറ്റീരിയൽ. ഫില്ലർ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടോ ഫില്ലർ മെറ്റീരിയൽ ഉപയോഗിക്കാതെയോ, അതായത് മെറ്റൽസ് ജോയിൻ ചെയ്യുന്ന പ്രക്രിയ എങ്ങനെ? ബൈ മെൽറ്റിംഗ് ആൻഡ് ഫ്യൂസിങ് ദർ ജോയിനിങ് എഡ്ജസ് അല്ലെ. മെൽറ്റ് ചെയ്തിട്ട് എഡ്ജസ് ഫ്യൂസ് ചെയ്ത് ജോയിൻ ചെയ്തിട്ട് ഉപയോഗിക്കുന്ന വെൽഡിങ്ങിന്. നോൺ ഫ്യൂഷൻ വെൽഡിംഗ് പറഞ്ഞിട്ടുണ്ട്, ഫ്യൂഷൻ വെൽഡിംഗ് പറഞ്ഞിട്ടുണ്ട്, ടിഗ് വെൽഡിംഗ് പറഞ്ഞിട്ടുണ്ട്, മിഗ് വെൽഡിംഗ് ഉണ്ട്. നല്ല ഈസി ആൻസർ ആണ്. ഏതാണ് വരിക? ഫ്യൂഷൻ വെൽഡിംഗ് അല്ലെ. ഫ്യൂഷൻ വെൽഡിങ്ങിലാണ് നമ്മൾ അത് എന്ത് ചെയ്യുന്നത്? മെൽറ്റ് ചെയ്തിട്ട് ഉരുക്കിയിട്ട് ഫ്യൂഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്? ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഫ്യൂഷൻ വെൽഡിങ്ങിന്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഫ്യൂഷന് രണ്ട് മെറ്റീരിയൽ, നമ്മളെ വർക്ക് പീസ് ഫസ്റ്റ് പീസ് വരുന്നുണ്ട്, സെക്കൻഡ് പീസ് വരുന്നുണ്ട്, രണ്ടും കൂടി ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു അല്ലെ. ഫില്ലർ മെറ്റീരിയൽ ഉപയോഗിക്കാം, ഫില്ലർ മെറ്റീരിയൽ ഉപയോഗിക്കാതിരിക്കാം. ഇതിൽ ഫില്ലർ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ഫിഗറാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ദെൻ നമ്മളുടെ എക്സാമിന്റെ ഡേറ്റ് November 11 ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ. നമുക്കിപ്പോൾ തൊട്ട് മുന്നേ ഒരു ഫിറ്ററിന്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അതിന് പ്രിപ്പയർ ചെയ്ത ആളുകളാകുമ്പോൾ നമുക്ക് അത് കൂടുതൽ മറവിയൊന്നും വന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ ഇനി ഇവിടുന്ന് വരാൻ പോകുന്ന ഫിറ്ററിന്റെ എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഫുള്ളി സിലബസ് ബേസ്ഡ് ആയിട്ട് കൃത്യമായിട്ട് നമുക്ക് സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് കണ്ട് നോട്ട്സ് ഒക്കെ കറക്റ്റ് നോക്കി പഠിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ കോഴ്സ് ഓൾറെഡി അവൈലബിൾ ആണ് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ. അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ബ്ലോ പൈപ്പ് ആൻഡ് ഫില്ലർ റോഡ് ഇൻ ദ ലെഫ്റ്റ് വേർഡ് ടെക്നിക് ഓഫ് ഗ്യാസ്? കേട്ടോ, ലെഫ്റ്റ് വാർഡ് ആണ്, ലെഫ്റ്റ് വാർഡ് ടെക്നിക് ഓഫ് ഗ്യാസ്. അതായത് ഒരു ബ്ലോ പൈപ്പിന്റെ ആൻഡ് ഫില്ലർ റോഡിന്റെ ആംഗിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത്, വെൽഡ് ചെയ്യുന്ന സമയത്ത് ആംഗിൾ. അപ്പോൾ 30 to 40 ഡിഗ്രി ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. 50 to 40 ഡിഗ്രി പറയുന്നുണ്ട്, 60 to 70 ഡിഗ്രി പറയുന്നത്, 60 and 30 ഡിഗ്രി പറയുന്നുണ്ട്. 62 അല്ല, അതായത് രണ്ട് ഇതിന്റെ കൂടി ആംഗിൾ ആണ് ചോദിക്കുന്നത് കേട്ടോ. ആൻസർ വരുന്നത് എന്ന് പറഞ്ഞാൽ 60 and 30 ഡിഗ്രി കേട്ടോ. 60 ഡിഗ്രി 30 ഡിഗ്രിയാണ് അതിന്റെ ആംഗിൾ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് സർഫസ് ഡിഫക്ട്സ് ഇൻ ഫെറസ് മെറ്റൽസ്? അതായത് നമ്മൾ ഫെറസ് മെറ്റൽസ്, ഫെറസ് ആയിട്ടുള്ള മെറ്റൽസിന്റെ സർഫസിലുള്ള ഡിഫക്ട്സ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏത് ടൈപ്പ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വിഷ്വൽ ടെസ്റ്റ്, ഓപ്ഷൻ ബി ഡൈ പെൻട്രേറ്റഡ് ടെസ്റ്റ്, ഓപ്ഷൻ സി മാഗ്നറ്റിക് ടെസ്റ്റ്, ഓപ്ഷൻ ഡി റേഡിയോഗ്രാഫിക് ടെസ്റ്റ്. ഇതിൽ ഏത് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ്, മാഗ്നറ്റിക് ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which tool is used to handle the hot metal welding job while cleaning? Which tool is used to handle the hot metal welding job while cleaning? Option A wire brush, option B tongs, option D C electrode holder, option D clamp. ഏതൊക്കെയാണ് വരിക? Which tool is used to handle hot metal welding job while cleaning? ഓപ്ഷൻ എ വയർ ബ്രഷ്. അത് നമ്മൾ ഹോട്ട് മെറ്റൽസിനെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഏത് ടൂളാണ് ഉപയോഗിക്കുന്നത് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആൻസർ ആണ് ഓപ്ഷൻ ബി ആണ്, ടോങ്സ് ആണ് ആൻസർ വരിക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോങ്സ് നിങ്ങൾ കണ്ടായിരിക്കും അല്ലെ? നമ്മളുടെ റൗണ്ട് ബാർ ആണെങ്കിൽ അത് പിടിക്കേണ്ട ടോങ്സ്, സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ അത് പിടിക്കേണ്ട ടോങ്സ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോങ്സും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അത് ഒരു ഹോട്ട് ആയിട്ടുള്ള മെറ്റൽ ഒരിക്കലും നമ്മൾ കൈകൊണ്ട് തൊടാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യും? ടോങ്സ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിടിക്കുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സൈസ് ഓഫ് വെൽഡിംഗ് നോസിൽ ഈസ് ഡിറ്റർമൈൻഡ് ബൈ വിച്ച് ഫാക്ടർ? The size of welding nozzle is determined by which factor? ഏത് ഫാക്ടറിനെ ബേസ് ചെയ്തിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത്? Diameter of its orifice, length of nozzle, length of handle, length and diameter of nozzle. നാലെണ്ണം കൊടുത്തിട്ടുണ്ട്. Diameter of its orifice, length of nozzle, length of handle, length and diameter of nozzle. എന്തിനാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? Diameter of its orifice അല്ലെ? Diameter of orifice ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ ആണ് ആൻസർ. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദി കോപ്പർ? നമുക്ക് ഈ ട്രീറ്റ്മെന്റിൽ വേണമെന്നുണ്ടെങ്കിലും ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെയും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മൾ ഓൾറെഡി വെൽഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഏത് മൊഡ്യൂളിലും ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് കോപ്പർ? കോപ്പറിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ്? 1150 ഡിഗ്രി സെൽഷ്യസ്, 1530 ഡിഗ്രി സെൽഷ്യസ്, 1500 ഡിഗ്രി സെൽഷ്യസ്, 1083 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഇതിൽ മെൽറ്റിംഗ് പോയിന്റ് ഏതാണ്? കോപ്പറിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ്? കോപ്പറിന്റെ മെൽറ്റിംഗ് പോയിന്റ് നോർമലി നമ്മൾ കൃത്യമായിട്ട് പറയുന്നില്ല. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ 1085 കണ്ടിട്ടുണ്ട് അല്ലെ?
1085 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 1080 ഡിഗ്രി സെൽഷ്യസും കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് സിമിലർ ആയിട്ട് വന്നിട്ടുള്ളത് 1083 അത് 1083 ഡിഗ്രി സെൽഷ്യസ് ആണ്. നോർമലി നമുക്ക് പറയാം എങ്ങനെ 1080 ഡിഗ്രി സെൽഷ്യസ് ടു 1085 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് എന്ത് വരുന്നത് കോപ്പറിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. 1083 ഡിഗ്രി സെൽഷ്യസ് ആണ് വരിക. അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലുമിനിയത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അടുത്ത കോപ്പർ അല്ല, നാളെ നമുക്ക് വേറെ ടോപ്പിക്കാണ് ചോദിക്കുന്നത്, വേറെ മെറ്റലാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയണം. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലുമിനിയം എന്ന് പറയുന്നത് 660 ഡിഗ്രി സെൽഷ്യസ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ബ്രാസ് എന്ന് പറയുന്നത് 990 to 1025 ഡിഗ്രി സെൽഷ്യസ് ആണ്. യെല്ലോ ബ്രാസ്, അതായത് റെഡ് ബ്രാസും യെല്ലോ ബ്രാസും കൊടുത്തിട്ടുണ്ട്, അതിന് രണ്ടിന്റെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അയണിന്റെ മെൽറ്റിംഗ് പോയിന്റ് റോട്ട് അയൺ ആണെങ്കിൽ 1482 to 1593 ഡിഗ്രി സെൽഷ്യസ്. കാസ്റ്റ് അയൺ ആണെങ്കിൽ 1127 to 1204 ഡിഗ്രി സെൽഷ്യസ് അല്ലെ. അതേപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കൊടുത്തിട്ടുണ്ട് 1510 ഡിഗ്രി സെൽഷ്യസ്. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സ്റ്റീൽ കാർബൺ സ്റ്റീലിന്റെ കൊടുത്തിട്ടുണ്ട് 1371 to 1540 ഡിഗ്രി സെൽഷ്യസ്. അതേപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ടൈറ്റാനിയം 1670 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. അലുമിനിയം ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, അലുമിനിയം ഒക്കെ ചോദിക്കാറുണ്ട്. അലുമിനിയം ചോദിക്കാം, അതേപോലെ തന്നെ നമുക്ക് അയണും ചോദിക്കാം. ഇതൊക്കെ സാധാരണ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അസെറ്റിലിൻ ഗ്യാസ് is the product of chemical reaction between which compounds? Acetylene gas is the product of chemical reaction between which compounds? Option A, oxygen and hydrogen. Option B, oxygen and coal. Option C, calcium carbide and water. Option D, carbide and ഓക്സിജൻ. നമുക്ക് അസെറ്റിലിൻ, നമ്മൾ ഗ്യാസ് വെൽഡിങ് ചെയ്യുമ്പോൾ പറയുന്നില്ലേ അസെറ്റിലിൻ ഗ്യാസും അതോടൊപ്പം തന്നെ ഓക്സിജൻ ഗ്യാസും ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് അസെറ്റിലിൻ സിലിണ്ടറും ഓക്സിജൻ സിലിണ്ടറും ആണ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത്. പക്ഷെ പണ്ട് കാലങ്ങളിൽ നമുക്ക് അസെറ്റിലിൻ ഉണ്ടാക്കാമായിരുന്നു അല്ലെ. ഏതൊക്കെ രണ്ട് സംഭവങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ അസെറ്റിലിൻ ഉണ്ടാക്കാറുണ്ടായിരുന്നു ആദ്യകാലത്തെ ഗ്യാസ് വെൽഡിങ്ങിലൊക്കെ. അത് ഏതൊക്കെയാണ്? കാൽസ്യം കാർബൈഡും വാട്ടറും ആയിരുന്നു അല്ലെ. കാൽസ്യം കാർബൈഡും വാട്ടറും കൂടി ചേർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ടാക്കാം? അസെറ്റിലിൻ ഗ്യാസ് ഉണ്ടാക്കാം. അതിന്റെ കോമ്പൗണ്ട് ആണ് പറയുന്നത് അല്ലെ. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ഫ്ലെയിം കണ്ടെയ്ൻസ് എക്സസ് ഓഫ് അസെറ്റിലിൻ? വിച്ച് ടൈപ്പ് ഓഫ് ഫ്ലെയിം കണ്ടെയ്ൻസ് എക്സസ് ഓഫ് അസെറ്റിലിൻ? ന്യൂട്രൽ ഫ്ലെയിം, ഓക്സിഡൈസിങ് ഫ്ലെയിം, കാർബറൈസിങ് ഫ്ലെയിം, അസെറ്റിലിൻ, ഹൈഡ്രജൻ ഫ്ലെയിം. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലെയിംസ് പഠിക്കാറുണ്ട് അല്ലെ. നമ്മൾ ഫ്ലെയിമിലോട്ട് അസെറ്റിലിന്റെയും ഓക്സിജന്റെയും അളവ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? 3 ടൈപ്പ് ഫ്ലെയിമുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ന്യൂട്രൽ ഫ്ലെയിം, കാർബറൈസിങ് ഫ്ലെയിം, അല്ലെങ്കിൽ റെഡ്യൂസിങ് ഫ്ലെയിം എന്ന് പറയാം, ഓക്സിഡൈസിങ് ഫ്ലെയിം. ഇങ്ങനെ ഈ ഒരു 3 ടൈപ്പ് ഫ്ലെയിംസിനെ നമ്മൾ നോർമലി പഠിക്കുന്നതാണ്. അപ്പൊ ഇതിൽ എക്സസ് അസെറ്റിലിൻ കൂടുതലുള്ള ഫ്ലെയിം ഏതാണ് എന്നാണ് ചോദ്യം. അസെറ്റിലിൻ കൂടുതലുള്ള ഫ്ലെയിം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബറൈസിങ് ഫ്ലെയിം ആണ് അസെറ്റിലിന്റെ അളവ് കൂടുതൽ ഉണ്ടാകുന്ന ഫ്ലെയിം. അപ്പൊ നമുക്ക് 3 ഫ്ലെയിമും ഏതൊക്കെയാണെന്ന് നോക്കാം. ന്യൂട്രൽ ഫ്ലെയിം ഏതാ നോക്കാം, ഓക്സിഡൈസിങ് ഫ്ലെയിം ഏതാ നോക്കാം, കാർബറൈസിങ് ഫ്ലെയിം ഏതാ നോക്കാം. അപ്പോൾ നോർമലി നമുക്ക് 3 ഫ്ലെയിം നമ്മളിങ്ങനെ സാധാരണ ഫിഗർ കണ്ടു പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ വെൻ ദ ഓക്സിജൻ ആൻഡ് അസെറ്റിലിൻ റേഷ്യോ ഇസ് ഈക്വൽ. ഓക്സിജന്റെ റേഷ്യോവും അസെറ്റിലിന്റെ റേഷ്യോവും ഈക്വൽ ആണെങ്കിൽ, ഓക്സിജന്റെ റേഷ്യോവും അസെറ്റിലിന്റെ റേഷ്യോവും ഈക്വൽ ആണെങ്കിൽ എന്താണ് പറയാ? ന്യൂട്രൽ ഫ്ലെയിം ആണ് വരുന്നത് അല്ലെ. ഓക്സിജനും അസെറ്റിലും ഈക്വൽ ആണ്. ഇനി ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജൻ ഈസ് ഗ്രേറ്റർ ദാൻ അസെറ്റിലിൻ. അവിടെ കൊടുക്കുന്ന അസെറ്റിലിൻ ഗ്യാസിനേക്കാളും കൂടുതലാണ് എന്ത്? ഓക്സിജൻ എന്നുണ്ടെങ്കിൽ അതിനെ ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറയും. കാർബറൈസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് അസെറ്റിലിൻ ആണെങ്കിൽ അസെറ്റിലിൻ കാർബൺ ഫ്ലെയിം ആണെങ്കിൽ അതിന്റെ ഗ്യാസ് ആയിരിക്കും ഓക്സിജനേക്കാളും കൂടുതൽ. ഓക്സിജൻ കൂടുതലാണെങ്കിൽ ഓക്സിജൻ അല്ല കൂടുതൽ എന്നുണ്ടെങ്കിൽ നമ്മൾ റെഡ്യൂസിങ് ഫ്ലെയിം ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഫ്ലെയിം ഇവിടെ കാണാൻ പറ്റും. അതിന്റെ ഉള്ളിലുള്ള ഈ ഒരു ഇന്നർ കോണും അതിന്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അല്ലെ. കൂടുതലായിട്ടുള്ളതൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ നോർമലി പറയുന്നത് തന്നെയാണ്, സാധാരണ നമ്മൾ പഠിച്ചത് തന്നെയാണ്. അതായത് ഫസ്റ്റ് ന്യൂട്രൽ ഫ്ലെയിം ഉണ്ട്, രണ്ടാമത്തെ ഓക്സിഡൈസിങ് ഫ്ലെയിം ഉണ്ട്, മൂന്നാമത്തെ കാർബറൈസിങ് ഫ്ലെയിം ഉണ്ട്. 3 ഫ്ലെയിം. കാർബറൈസിങ് ഫ്ലെയിമിന്റെ മറ്റൊരു പേരാണ് റെഡ്യൂസിങ് ഫ്ലെയിം കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഇവിടെ കാർബറൈസിങ് ഫ്ലെയിം ആണ് ചോദിച്ചത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡ്യൂസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞിട്ട് റെഡ്യൂസിങ് ഫ്ലെയിം ആയിട്ടും എഴുതാൻ പറ്റും. അപ്പൊ എക്സസ് അസെറ്റിലിൻ ഉള്ളത് കാർബറൈസിങ് ഫ്ലെയിമിലാണ്, റെഡ്യൂസിങ് ഫ്ലെയിമിലാണ് എന്നുള്ളത് കാര്യം മനസ്സിലാക്കി വെക്കുക.
അപ്പോൾ അത് നിങ്ങൾക്ക് വെൽഡിങ്ങിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. വെൽഡിങ്ങിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിലോട്ടും ഷെയർ ചെയ്തെത്തിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്